ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച് ഈഡൻ TV നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചിന്തിക്കുന്നത് 4ാമത്തെ പാഠമാണ്. ഉപമകൾ എന്നാണ് ആ പാഠത്തിൻ്റെ തലവാചകം. അതിൻ്റെ മനപ്പാഠമാക്കി ഇപ്രകാരം പറയുന്നു: നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്നും അവൻ അവരോട് പറഞ്ഞു. മാർക്കോസ് 4:24-25 വാക്യങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു ജനങ്ങളോട് സംവാദിച്ചിരുന്നത് അല്ലെങ്കിൽ സംസാരിച്ചിരുന്നത്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ആശയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിലേക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഉപമകൾ പറഞ്ഞിരുന്നു. കർത്താവായ യേശുക്രിസ്തു ഉപമകൾ പറയുമ്പോൾ ആ പറയുന്ന സമയത്ത് തന്നെ അതിൻ്റെ വിവർത്തനവും അല്ലെങ്കിൽ അർത്ഥവും പറഞ്ഞു കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാലങ്ങളായി ഈ ഉപമകളെക്കുറിച്ചൊക്കെ തന്നെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വേദ പണ്ഡിതന്മാർക്കിടയിൽ തന്നെയുണ്ട്. എന്നാൽ നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്, കർത്താവായ യേശുക്രിസ്തു ഈ ഉപമകൾ പറയുന്നത് ഏത് അർത്ഥത്തിലാണ് എന്നുള്ളതും അത് നമുക്ക് എന്ത് സന്ദേശമാണ് അതിലൂടെ നൽകുന്നത് എന്നുള്ളതുമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾ ഈ ഭാഗത്ത് ഏകദേശം 5 ഉപമകളെ പറ്റി പഠിക്കുന്നുണ്ട്. 1 വിതയ്ക്കുന്നവൻ, 2 വിളക്ക്, 3 അളവ്, 4 വളരുന്ന വിത്ത്, പിന്നെ കടുകുമണി എന്നിങ്ങനെ 5 ഉപമകളെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ച പാഠത്തിൽ ചിന്തിക്കുന്നത്. അപ്പം അത് എങ്ങനെയാണ്, എന്താണ് കർത്താവായ യേശുക്രിസ്തു ഈ ഉപമകൾ കൊണ്ട് ഉദ്ദേശിച്ചതെന്നും അത് എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിലാണ് കർത്താവായ യേശുക്രിസ്തു അത് പറഞ്ഞതെന്നും എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഈ ആഴ്ച ചിന്തിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ വിതയ്ക്കുന്നവൻ്റെ ഉപമ എന്നാണ് ഇവിടെ പറയുന്നത്. സുവിശേഷങ്ങളിലെ ഉപമകളെ പറ്റി ചിന്തിക്കുമ്പോൾ മനുഷ്യർക്ക് പെട്ടെന്ന് യേശു തരുന്ന വ്യാഖ്യാനത്തിലേക്ക് ചാടണം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ഉപമകൾ പറഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു വ്യാഖ്യാനം അവിടെ കൊടുക്കുന്നില്ല. മറിച്ച് കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ദൈവരാജ്യം, ഈ ഒരു ഉപമ പറഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തു ആ ജനത്തോട് പറയുന്നത്, ദൈവരാജ്യം ഇതുപോലെയാണ്, അല്ലെങ്കിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഇങ്ങനെ ഉള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ ഉപമകളെക്കുറിച്ച് ആ പൊതുജനത്തോട് അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന വ്യക്തികളോട് പറയുന്നത്. ഇവിടെ കർത്താവ് നമ്മൾ ചിന്തിക്കുന്നത് ഞായറാഴ്ച ഭാഗത്ത് പറയുമ്പോൾ വിതയ്ക്കുന്നവൻ്റെ ഒരു ഉപമയാണ്. ഒരു വ്യക്തി, ഒരു കർഷകൻ, അയാൾ വിത്ത് വിതയ്ക്കുന്നു. അത് പല സ്ഥലത്തും വീഴുന്നു. അത് ആദ്യം വഴിയിൽ വീണു, കുറച്ച് വിത്ത് പാറയിൽ വീണു, കുറച്ച് വിത്ത് മുള്ളിനിടയിൽ വീണു, കുറച്ച് വിത്ത് വന്നിട്ട് നല്ല നിലത്തിൽ വീണു. അപ്പം 4 സ്ഥലത്താണ് ഈ വിത്തുകൾ വീഴുന്നത്. പക്ഷേ വിത്തുകളെല്ലാം ഒരേ തരമാണ്. ഈ ഒരേ തരം വിത്ത് 4 സ്ഥലത്താണ് വീഴുന്നത്. അപ്പോൾ ആ വിത്തിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്നത് ഈ 4 തരത്തിലുള്ള സ്ഥലങ്ങളാണ്. ഒരേ തരം വിത്താണ് കർഷകൻ വിതറുന്നത്, പക്ഷേ വിത്തുകൾ വീഴുന്നത് 4 സ്ഥലത്താണ്. അപ്പോൾ ഈ വിത്തിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമെന്ന് പറയുന്നത് ആ 4 സ്ഥലത്തിൻ്റെ വ്യത്യാസങ്ങളെക്കുറിച്ചാണ്. 1ാമത്തെ വിത്ത് വീഴുന്നത്, അല്ലെങ്കിൽ 1ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് വഴിയരികെയാണ് വീണു പോകുന്നത്. ആ വിത്തിനെ എന്ത് ചെയ്യുന്നു? ആ വിത്ത് മുളയ്ക്കുന്നതിന് മുൻപ് തന്നെ പറവകൾ അതിനെ കൊത്തിക്കൊണ്ടു പോകുന്നു. 2ാമത് വീഴുന്നത് പാറയിലാണ്. അപ്പോൾ പാറയിൽ വീണ വിത്ത് മുളച്ചു വന്നു, പക്ഷേ മണ്ണിന് ആഴമില്ലാത്തത് കൊണ്ട് വെയിലടിച്ച് എന്ത് ചെയ്തു? ആ ചെടി തൈ കരിഞ്ഞു പോയി. അപ്പോൾ അതിനും അതിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ കഴിഞ്ഞില്ല, വളർച്ചയുടെ പൂർണ്ണതയിലെത്തുവാൻ കഴിഞ്ഞില്ല. 3ാമത്തെ വിത്തുകൾ വീണത് തരം ഭൂമി എന്ന് പറയുന്നത് മുള്ളുകൾക്കിടയിലാണ്. അത് വളർന്നു വന്നു, പക്ഷേ മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു. അതും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്നും ഉദ്ദേശിച്ചതായ ഫലം നൽകുവാൻ കഴിഞ്ഞില്ല. ഇതിനൊക്കെ ഒരു സമയമെടുത്തു, ചെറിയ ചെറിയ സമയങ്ങൾ മാത്രം. പക്ഷേ യഥാർത്ഥത്തിൽ വിത്ത് ഫലം കൊടുക്കേണ്ടതായ സമയം പൂർത്തീകരിക്കുവാൻ ആദ്യത്തെ 3 സ്ഥലങ്ങളിൽ വീണ വിത്തിനും കഴിഞ്ഞില്ല. ആ ദൈർഘ്യമേറിയൊരു കാലഘട്ടം പൂർത്തീകരിക്കുവാൻ വേണ്ടി വഴിയരികെ വീണ വിത്തിനോ പാറയുടെ മുകളിൽ വീണ വിത്തുകൾക്കോ മുള്ളിനിടയിൽ വീണ വിത്തുകൾക്കോ കഴിഞ്ഞില്ല.
ഏത് വിത്തുകൾക്കാണ് കഴിഞ്ഞതെന്ന് നോക്കിയാൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് നല്ല നിലത്തിൽ വീണ വിത്തുകൾ. ആ വിത്തുകൾ എന്ത് ചെയ്തു? അവിടെ കിടന്ന് മുളച്ച് അതായത് വളർന്നു വന്ന് നല്ല സമൃദ്ധമായ വിളവെടുപ്പ് അതിന് നൽകുവാൻ കഴിഞ്ഞു. അപ്പം അത്രയും ദൈർഘ്യമേറിയ സമയമെടുത്തു ആ വിത്തുകൾ എന്ത് ചെയ്യാൻ? വളർന്ന് അതിലെന്ത് ചെയ്യുന്നു? ആ ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ കൊടുക്കുവാൻ വേണ്ടി. അപ്പോൾ ഈ കഥ, ഈ ഉപമ വേണമെങ്കിൽ നാല് ഉപമയായിട്ട് നമുക്ക് പറയാം. പക്ഷേ അതിൻ്റെ സമയദൈർഘ്യം എന്നല്ല. ബാക്കി ആദ്യത്തെ 3 ഭാഗങ്ങളും പരാജയത്തിൻ്റെ കഥയാണ് പറയാൻ കഴിയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആദ്യത്തെ 3 സ്ഥലങ്ങളിൽ വീണ വിത്തുകളും ആ വിത്തിൽ നിന്നും ആ കർഷകൻ എന്താണോ ലക്ഷ്യം വെച്ചത് അത് നൽകുവാൻ ആ വിത്തുകൾ പരാജയപ്പെട്ടു. ശരിയായ രീതിയിൽ ഫലം കൊടുക്കുവാൻ അല്ലെങ്കിൽ ആ വിത്തുകൾക്ക് കഴിഞ്ഞില്ല. മറിച്ച് 4ാമത്തെ വിത്ത് എന്ന് പറയുന്നത് അത് സമയമെടുത്തു, പക്ഷേ കർഷകൻ ആഗ്രഹിച്ചതിൽ അധികമായി എന്ത് ചെയ്തു? ഫലം കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ ദൈവത്തെ സ്വീകരിക്കുന്നവർക്ക് നല്ല ഫലം നൽകുവാൻ കഴിയും എന്നുള്ളതാണ്. നാം കർത്താവ് യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നു എങ്കിൽ നമുക്ക് ത്യാഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷേ ഒരു അന്തിമ വിജയവും നമുക്ക് ഉണ്ട്. ഈ നല്ല വിത്ത് ഭൂമിയിൽ വീണ് മുളച്ചു വന്നു നല്ല ഫലം കൊടുക്കാൻ സമയമെടുത്തതുപോലെ നമുക്കും കാത്തിരിപ്പിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയക്രമം നാമും പൂർത്തീകരിക്കണം. ആ സമയക്രമം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കർഷകൻ ഉദ്ദേശിച്ചായ അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ചതായ ഫലം നമ്മളിൽ നിന്നും പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. ഇവിടെ വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഉപമ എന്ന് പറയുന്നത് ഒരേ തരം വിത്താണ് വിതച്ചത്. വിത്ത് വീണത് 4 സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ വളർച്ചയെ, ഈ വിത്തിൻ്റെ വളർച്ചയെ ആ 4 സ്ഥലവും സ്വാധീനിക്കും. ആ 4 സ്ഥലത്തിൻ്റെ സ്വാധീനം നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദ്യത്തെ 3 സ്ഥലത്തെ വീണ വിത്തുകളും പരാജയത്തിൻ്റെ കഥയാണ്, പരാജയത്തിൻ്റെ ചരിത്രമാണ് പറയുവാൻ അവർക്കുള്ളതെങ്കിൽ 4ാമത്തെ നല്ല സ്ഥലത്ത് വീണത് വിജയത്തിൻ്റെ കഥയാണ്, ചരിത്രമാണ് അതിന് പറയുവാനുള്ളത്. ഈ ഉപമ കർത്താവ് യേശുക്രിസ്തു അവരോട് വന്നവരോടെല്ലാം പറഞ്ഞു. പക്ഷേ വ്യാഖ്യാനിച്ചു കൊടുത്തില്ല. കർത്താവ് യേശുക്രിസ്തു ആ കഥ, ഈ ഉപമ പറഞ്ഞു, കുറേ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയി. അപ്പം ഇവിടെ ഞായറാഴ്ച ഭാഗത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ ഉപമ അവരോട് പറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു വിത്ത് വിതയ്ക്കുന്ന വ്യക്തിയുടെ ഉപമ എന്ന് പറയുന്നത്. ഈ ഭാഗത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് ശിഷ്യത്വത്തിൻ്റെ വിലയിലേക്കും അതിൽ ഉൾക്കൊള്ളുന്ന അപകട സാധ്യതയിലേക്കും എന്നാൽ യേശുവിനെ പിൻപറ്റുന്നതിലുള്ള പ്രതിഫലത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് തോന്നുന്നു. യേശുവിനെ പിൻപറ്റുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു കാര്യത്തിലേക്ക് എത്തുവാനല്ല, മറിച്ച് അതിന് സമയമുണ്ട്. ഒരു നല്ല ഫലം കായ്ക്കുവാൻ, നല്ല ഫലം കൊടുക്കുവാൻ ഒരു സമയക്രമം നമ്മൾ പാലിക്കണം. ആ സമയക്രമം നമ്മൾ പൂർത്തീകരിക്കണം. എങ്കിൽ മാത്രമേ നല്ല ഫലം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഞായറാഴ്ച ഭാഗത്തിൽ പറയുന്നത്. നാം എല്ലാവരും നല്ല നിലത്ത് വീണ വിത്തുകളായിരിക്കണമെന്ന് കർഷകൻ അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഈ പാഠഭാഗവും ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിങ്കളാഴ്ച ഭാഗം പറയുന്നത് യേശുവിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ഭാഗത്തെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, അതിനെ വ്യാഖ്യാനിച്ചില്ല. അപ്പോൾ പുരുഷാരമൊക്കെ പോയി ശിഷ്യന്മാരും കുറച്ച് ആൾക്കാരും കൂടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു. അവർക്ക് മനസ്സിലായില്ല എന്താണ് ഈ പറഞ്ഞ ഉപമയുടെ അർത്ഥം. കർത്താവ് യേശുക്രിസ്തു ആ ഉപമയുടെ അർത്ഥം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അപ്പം കുറേ ആൾക്കാർ അവിടെ വന്നുകൂടി, ഒത്തിരി ആൾക്കാർ വന്നുകൂടി. അപ്പോൾ ആ സമയത്ത് കർത്താവ് യേശുക്രിസ്തു ഈ ഉപമ പറഞ്ഞു. പിന്നെ പറഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലെങ്കിൽ സ്വർഗ്ഗരാജ്യം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ വാക്കുകൾ അങ്ങ് നിർത്തി. മറിച്ച് ഈ ആൾക്കാരൊക്കെ പോയതിന് ശേഷം ശിഷ്യന്മാരും കുറച്ച് ആൾക്കാരും കൂടെ കർത്താവായ യേശുക്രിസ്തു അടുത്ത് വന്ന് ചോദിച്ചു, എന്താണ് അങ്ങ് നേരത്തെ പറഞ്ഞ ഉപമയുടെ അർത്ഥം? കർത്താവായ യേശുക്രിസ്തു അതിനെ വിവരിച്ചു കൊടുക്കുന്നു. വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതൊന്നേ ഉള്ളൂ, ഒരേ തരത്തിലേ ഉള്ളൂ. അപ്പോൾ വിതയ്ക്കുന്നവൻ ആരാണ്? കർത്താവായ ദൈവം തന്നെയാണ്. അപ്പോൾ ഈ വിത്ത് വിതയ്ക്കപ്പെടുന്നു. വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് ഒറ്റത്തരമാണ്, പക്ഷെ അത് പല സ്ഥലങ്ങളിലും വിതറുന്നു. ഇവിടെ മണ്ണ് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സിനെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവം ഈ മനുഷ്യരുടെ ഇടയിലേക്ക് പകർന്നു നൽകുമ്പോൾ പല തരത്തിലാണ് മനുഷ്യർ അതിനെ സ്വീകരിക്കുന്നത്. വ്യത്യസ്തമായിട്ടാണ് മനുഷ്യർ അതിനെ സ്വീകരിക്കുന്നത്. എല്ലാവരും ദൈവത്തിൻ്റെ വചനത്തെ ഒരേ തരത്തിലല്ല സ്വീകരിക്കുന്നത്, വിശ്വസിക്കുന്നതും വ്യാഖ്യാനം ചെയ്യുന്നതും എന്നാണ് കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞത്. വചനം ഒന്നാണ്,
ദൈവത്തിൻ്റെ വചനമാണ്, പരിശുദ്ധമായ വചനമാണ്. പക്ഷേ ആ വചനം ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുമ്പോൾ, എത്തുമ്പോൾ പലരും പല രീതിയിലാണ് അതിനെ സ്വീകരിക്കുന്നത്. എല്ലാവരും ഒരേ കാഴ്ചപ്പാടോടെ അല്ല അതിനെ സ്വീകരിക്കുന്നത്. എല്ലാവരും ഒരേ സ്വഭാവത്തിലുമല്ല അതിനെ നാം പാലിക്കുന്നത്. അപ്പം ആ ഒരു വ്യത്യാസമാണ് ദൈവം ഈ ഉപമയിലൂടെ, കർത്താവ് യേശുക്രിസ്തു ഈ ഉപമയിലൂടെ തൻ്റെ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. ഇവിടെ പറയുന്നത് ഒന്നാമത്തെ എന്ന് പറയുന്നത് വഴിയരികെ വീണതാണ്. അത് പറവകൾ കുത്തിക്കൊണ്ട് പോയി മുളയ്ക്കുന്നതിന് മുൻപ് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട ഉടനെ തന്നെ ചില ആൾക്കാരിൽ എന്ത് ചെയ്യുന്നു? സാത്താൻ പ്രവർത്തിക്കുന്നു. ഇത് കള്ളമാണെന്ന് അവർ പറയുന്നു. എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ആ വചനത്തെ കൈക്കൊള്ളുന്നില്ല, അവരതിനെ വിട്ടേച്ച് പോരുന്നു. അത് വഴിയിൽ വീണ വിത്തിനോട് സദൃശ്യം. പറവകൾ കൊത്തിക്കൊണ്ട് പോയി. സാത്താൻ എന്ത് ചെയ്തു? കൊത്തിക്കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് പാറയിൽ വീണ വിത്തുകളാണ് പറയുന്നത്. അപ്പം ഈ പാറയിൽ വീണ വിത്ത് എന്ന് പറയുന്നത് അവർ സന്തോഷത്തോടെ വചനം സ്വീകരിച്ചു. ജനങ്ങൾ എന്ത് ചെയ്തു? സന്തോഷത്തോടെ വചനം സ്വീകരിച്ചു. അവർക്ക് പക്ഷേ എന്താ പറ്റിയത്? ചൂടടിച്ചപ്പോൾ വെയിൽ കൊണ്ടപ്പോൾ എന്ത് ചെയ്തു? ഈ ചെടി വാടിപ്പോയതുപോലെ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ അവർക്ക് ഈ വചനത്തെ മുറുകെ പിടിക്കുവാൻ കഴിഞ്ഞില്ല, ഈ സുവിശേഷത്തെ മുറുകെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്തു? അത് ഇട്ടേച്ചങ്ങ് പോയി. പാതി വഴിയിൽ അവരെന്ത് ചെയ്തു? കളഞ്ഞിട്ട് പോയി. അപ്പോൾ വഴിയിൽ വീണ വിത്ത് എന്ത് ചെയ്തു? സാത്താൻ അപ്പം തന്നെ അവരുടെ മനസ്സിനെ എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞു. പാറയിൽ വീണ വിത്ത് എന്ന് പറയുന്നത് അവർ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം, നമ്മൾ കണ്ടിട്ട് ചിലപ്പോൾ ആവേശത്തോടു കൂടിയൊക്കെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന ആൾക്കാർ, പക്ഷേ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ പഴയതിലേക്ക് തിരികെ പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ശരിയായിരുന്നില്ല, എൻ്റെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പാറയിൽ വീണ വിത്ത് എന്ന് പറയുന്നത് അത് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം ആദ്യം സ്വീകരിക്കുകയും ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ആ വചനത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നവരുടെ സ്വഭാവത്തെയാണ് കർത്താവ് യേശുക്രിസ്തു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മുള്ളിനിടയ്ക്ക് വീണത് എന്താണെന്ന് ചോദിച്ചാൽ, മുള്ളിനിടയ്ക്ക് വീണവരെന്ത് ചെയ്യുന്നു? അവർ പ്രയാസഘട്ടങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? അവർ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ ഈ ലോകത്തോടുള്ള മോഹം കാരണം, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള അവിടെ കാര്യങ്ങളിലാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവർക്ക് ഉയർന്നു വരുവാൻ കഴിഞ്ഞില്ല. മുള്ള അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഈ ലോകത്തിലുള്ളതായ മോഹങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെക്കാലം അവർ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് നേടുവാൻ വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാറിപ്പോയി. അവർക്ക് ഉയർന്നു വരുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം ഈ 3 പരാജയങ്ങളെയും കർത്താവ് യേശുക്രിസ്തു എടുത്തു കാണിച്ചു. വഴിയരികെ വീണത്, പാറയിൽ വീണത്, മുള്ളിനിടയിൽ വീണത്. ആദ്യത്തേത് എന്തായാലും കിളിർക്കുക പോലും ചെയ്തില്ല. രണ്ടാമത്തത് കിളിർത്തു, പക്ഷേ എന്തായാലും കഷ്ടങ്ങൾ ചൂടടിച്ചപ്പോൾ എന്ത് ചെയ്തു? വാടിപ്പോയി. മൂന്നാമത്തത് എന്ത് ചെയ്തു? ചൂടടിച്ചതും കുഴപ്പമില്ല, പക്ഷേ എന്ത് പറ്റിയത്? ഈ ലോകത്തിലുള്ള മോഹങ്ങൾക്ക് വേണ്ടി മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെക്കാളും അധികമായി അതിനെ ചിന്തിക്കുകയും അത് നേടുവാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്തു? മറ്റേ ലക്ഷ്യം മറന്നു പോവുകയും, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം മറന്നു പോവുകയും അവർ തളർന്ന് പാതി വഴിയിൽ പരാജയമടയുകയും ചെയ്തു എന്നാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. നല്ല നിലത്ത് വീണത് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് അവനെന്ത് ചെയ്തു? അവൻ ദീർഘക്ഷമയോടുകൂടി, ത്യാഗത്തോടുകൂടി, സഹനത്തോടുകൂടി അവൻ എന്ത് ചെയ്തു? വളർന്ന് നല്ല ഫലം കൊടുത്തു. അത് ത്യാഗമുണ്ടായിരിക്കണം, അതിൻ്റെ പേരിൽ ഒരു സഹനമുണ്ടായിരിക്കണം. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കിളിർത്ത് പൊങ്ങി ഫലം കൊടുക്കുന്നതല്ല അവിടെ, മറിച്ച് നാളുകളെടുത്തു. എന്ത് ചെയ്തു? മണ്ണിനടിയിൽ കിടന്നു, മഴയും വെയിലുമൊക്കെ സ്വീകരിച്ചു, ആവശ്യത്തിന് സ്വീകരിച്ചു, അത് വളർന്നു വന്നു. ഈ പറഞ്ഞതായ കൊടും വെയിലും കൊടും മഴയുമൊക്കെ തരണം ചെയ്തു. അതെന്ത് ചെയ്തു? എല്ലാം സഹിച്ചിട്ട് സഹനശക്തിയോടുകൂടി അത് വളർന്നു വരികയും അത് ദൈവത്തിന് വേണ്ടി നല്ല ഫലം കൊടുക്കുകയും ചെയ്തതായിട്ട് കർത്താവായ യേശുക്രിസ്തു ഈ ഉപമയെ വ്യാഖ്യാനിക്കുന്നു. ഈ പാഠം കൊണ്ട് നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സ് ഇതിൽ ഏതാണ്? പുതുവഴിയാണോ? പാറയാണോ? മുള്ളുകൾ നിറഞ്ഞ പ്രദേശമാണോ? അതോ നല്ല നിലമാണോ എന്ന് നാം ചിന്തിക്കണം. നാം സ്വയം ശോധന ചെയ്യേണ്ടതായ ഒരു സമയം കൂടിയാണ് നമ്മളിത് ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ. എൻ്റെ മനസ്സിൽ വചനത്തിന് എന്ത് സ്ഥാനമാണുള്ളത്, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വീണ വിത്താണ് എൻ്റെ മനസ്സിൽ വചനം എന്നുള്ളത്? നല്ല നിലത്തിലെ വിത്തുകളാകുവാൻ നാം ത്യാഗത്തോടുകൂടി ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് അത് ആ വചനം എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെയും
സഹനശക്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി, സമർപ്പണ മനോഭാവത്തോടുകൂടി, ത്യാഗത്തോടുകൂടി ദൈവത്തിൻ്റെ പാതയിലൂടെ ജീവിക്കുവാനാണ് ഈ തിങ്കളാഴ്ച ഭാഗം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഉപമകൾ ഇങ്ങനെ കൊടുക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ മുൻപിൽ വന്ന ജനങ്ങളെന്ന് വെച്ചാൽ പല തരത്തിലുള്ളവരുണ്ട്. ശാസ്ത്രിമാരുണ്ട്, ഉപദേശകന്മാരുണ്ട്, റബ്ബിമാരുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്, രോഗികളുണ്ട്, ഭൂതം ബാധിച്ചവരുണ്ട്, സമൂഹത്തിലെ വ്യത്യസ്തമായ ജീവിത രീതികൾ അവലംബിക്കുന്നവരുണ്ട്. നാനാതുറകളിലുമുള്ള ആൾക്കാർ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണുവാനും സൗഖ്യം നേടുവാനും പ്രസംഗം കേൾക്കുവാനും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് ഈ ഉപമകൾ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മുൻപിലിരിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ കേൾവിക്കാർ ആരാണ് എന്ന് കർത്താവ് യേശുക്രിസ്തുവിന് വ്യക്തമായി അറിയാം. അവർ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് എന്നും അറിയാം. അവരുടെ മനോഗതങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനും നന്നായി അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോരുത്തർക്കും ഉള്ളതായ ഒരു വചനമാണ് ഈ ഉപമകളിലൂടെ, ഒരു മുന്നറിയിപ്പാണ് ഈ ഉപമകൾ കൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ മറ്റേ പരീശന്മാർ പറഞ്ഞു അവൻ ഭൂതങ്ങളുടെ രാജാവായ ഒരു വ്യക്തിയെ, ഭൂതങ്ങളുടെ രാജാവിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു അവരോട് ചോദിച്ചതാണ്, ഒരു രാജ്യത്തിനകത്ത് പരസ്പരം അവർ പോരടിക്കുമോ, അല്ലെങ്കിൽ ഒരു ഭവനം ചിദ്രിച്ച് പോകുവാൻ വേണ്ടി പരസ്പരം കുടുംബാംഗങ്ങൾ പോരടിക്കുമോ, സാത്താൻ്റെ ആ സാമ്രാജ്യം നശിച്ചു പോകാൻ വേണ്ടി സാത്താനെ തന്നെ നശിപ്പിച്ച് കളയുമോ? അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരവരുടെ മനോഗതങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരവർക്ക് പിന്തിരിയുവാനുള്ള അവസരം കൂടിയാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഉപമകൾ കൊടുത്തത്. കർത്താവ് യേശുക്രിസ്തു ഉപമകൾ കൊണ്ട് ആരും നശിച്ചു പോകണമെന്നല്ല പറഞ്ഞത്, മറിച്ച് ഈ ഉപമകൾ കൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ വെറുക്കുന്നവരും കർത്താവ് യേശുക്രിസ്തുവിനെ കുറ്റം പറയുന്നവരും മനം തിരിഞ്ഞ് കർത്താവ് ദൈവത്തിങ്കിലേക്ക് വരണം എന്നാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഉപമകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് വിതയ്ക്കുന്നതിൻ്റെ ഉപമ പറയുമ്പോൾ എന്താണ്, പലതരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയ്ക്കുണ്ട്. ഇതിൽ നല്ല ആൾക്കാരുമുണ്ട്, പാറയിൽ വീണ പാറയുടെ സ്വഭാവമുള്ളവരുണ്ട്, മുള്ളിൻ്റെ സ്വഭാവമുള്ളവരുണ്ട്, വഴിയരികളുടെ സ്വഭാവമുള്ളവരുണ്ട്, നല്ല നിലത്തിൽ വീണവരുമുണ്ട്. അപ്പോൾ അവരവർക്ക് മനസ്സിലാകണം, അവരവർക്ക് തന്നെ അത് മനസ്സിലാകും. കാരണം ഞാൻ ഇങ്ങനെയാണല്ലോ എന്നൊരു സ്വയം അവലോകനം അവർക്കുണ്ടാകണം. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഈ ഉപമ കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കർത്താവ് യേശുക്രിസ്തുവിന് തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളെക്കുറിച്ചും സമസ്ത ജനങ്ങളെക്കുറിച്ചും ഒരു കരുതലുണ്ടായിരുന്നു. അവരെല്ലാവരും സ്വർഗരാജ്യത്തിൻ്റെ ഭാഗമാകണമെന്ന് കർത്താവ് യേശുക്രിസ്തു ആഗ്രഹിച്ചു. അതുകൊണ്ട് അവരുടെ പാപങ്ങളെക്കുറിച്ച് അവരെ ബോധിപ്പിക്കുവാനും അവർക്കുള്ള മുന്നറിയിപ്പുമായിരുന്നു കർത്താവ് യേശുക്രിസ്തു ഉപമകളിലൂടെ കൊടുത്തിരുന്നത്. അവരെ സ്നേഹിച്ചില്ലായിരുന്നുവെങ്കിൽ, അവരെക്കുറിച്ച് കരുതലില്ലായിരുന്നുവെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ആവശ്യം, നമ്മൾ പലപ്പോഴും നമുക്കറിയാം, നാം ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അങ്ങോട്ട് പോകരുത്, അവിടെ അപകടമുണ്ട്, കുഴിയുണ്ടെന്നൊക്കെ പറയുന്നതാണ്. അവർ അപകടത്തിൽ ചാടരുത് എന്ന് നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് കർത്താവ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ നാം ഓരോരുത്തരും ഉണ്ടായിരിക്കണം. കർത്താവ് യേശുക്രിസ്തു കേൾക്കാൻ വരുന്ന മുഴുവൻ ആൾക്കാരും സ്വർഗരാജ്യത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നത്, ഉപമകളിലൂടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നത്. ഇവിടെ യെശയ്യാവിൻ്റെ പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞ, യെശയ്യാവ് ഒരു ദർശനം കാണുന്നു, സ്വർഗത്തെക്കുറിച്ച് കാണുന്നു, കെരൂബുകളെക്കുറിച്ച് കാണുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു, അയ്യോ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു, സാറാവ് വന്നു തീക്കനലെടുത്തു, അവൻ്റെ നാമന് മേൽ വെച്ചിട്ട് എന്ത് ചെയ്തു, അവനോട് നീ ശുദ്ധിയുള്ളവനായി എന്നും പറയുന്നു. പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞത്, ഞാൻ എന്ത് സന്ദേശമാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നീ ചെന്ന് എന്ത് പറയണം, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകെട്ടിട്ടും ഗ്രഹിക്കുകയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുക. അത് മുൻവിധിയുള്ളൊരു ജനം. അങ്ങനെയുള്ളടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന് ദൈവം കാണിച്ചു കൊണ്ട ദർശനമാണ്, ജനത്തിൻ്റെതായ ഒരു മത്സര സ്വഭാവത്തെക്കുറിച്ച്. കർത്താവായ യേശുക്രിസ്തു മാർക്കോസിൽ പറയുന്നത്, എൻ്റെ വചനം സ്വീകരിക്കുന്നവനാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സഹോദരങ്ങൾ. അപ്പം ദൈവത്തിൻ്റെ കുടുംബത്തോട് നാം ചേർക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വീകരിക്കണം. മനുഷ്യരെന്ത് ചെയ്യണം, ദുഷ്ടവഴികളിൽ നിന്നും തിരിയുവാൻ വേണ്ടി സമ്മർദ്ദം കൊടുക്കുവാനാണ് ദൈവത്തിൻ്റെ സന്ദേശമൊക്കെ. ദൈവം കൂടെ സന്ദേശമൊക്കെ അങ്ങനെ തന്നെ, യെശയ്യാവിൻ്റെ സന്ദേശവും അങ്ങനെ തന്നെയാണ്. ദുഷ്ടവഴികളിൽ നിന്ന് തിരിയണം നിങ്ങൾ,
നിങ്ങൾ നിലവിലുള്ള നിങ്ങളുടെ ജീവിത രീതി എന്ന് പറഞ്ഞ ഇപ്രകാരമാണ്. അതിൽ നിന്നും മാറി നിങ്ങൾ തിരിഞ്ഞ് ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. ഒരു മുൻവിധിയും അതിന് വേണ്ട. ദൈവത്തിൻ്റെ സുവിശേഷം കൈക്കൊള്ളുവാൻ വേണ്ടി നമുക്കൊരു മുൻവിധിയും വേണ്ട. ദൈവത്തിൻ്റെ സുവിശേഷം നാം അതിൻ്റെ യഥാർത്ഥത്തിൽ കൈക്കൊള്ളുന്നുവെങ്കിൽ, ഏറ്റവും താഴ്മയോടുകൂടി നാം കൈക്കൊള്ളുന്നുവെങ്കിൽ, ഒരു ഹൃദയ കാഠിന്യവുമില്ല നാം കൈക്കൊള്ളുന്നുവെങ്കിൽ, നമുക്ക് ദൈവം പറഞ്ഞിട്ടുള്ളതായ ആ വലിയ രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയും. നല്ല നിലത്ത് വീണ ഒരു വിത്ത് എങ്ങനെയാണോ മുളച്ചു വന്നത്, അതുപോലെ നമ്മിൽ നിന്നും വചനം എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. നല്ല നിലത്താണ് ആ വിത്ത് വീണതെങ്കിൽ ആ വിത്ത് വളർന്നു വന്ന് നല്ല ഫലം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൽ നല്ല മനസ്സാണ് എങ്കിൽ, ഹൃദയകാഠിന്യമില്ലാത്ത, ഗർവില്ലാത്ത, അഹങ്കാരമില്ലാത്ത, മറ്റുള്ളവരുടെ വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത ഏറ്റവും സമർപ്പണ ബോധത്തോടു കൂടിയ ഒരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ, ആ മനസ്സിൽ ദൈവത്തിൻ്റെ സുവിശേഷം നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സിൽ നിന്നും മറ്റുള്ളവർക്ക് നൽകുന്ന ഫലം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷത്തിൻ്റെ ഫലമായിരിക്കും. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. എല്ലാ ജനങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, നമുക്ക് വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. അതിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയാണ് നമുക്കുള്ളത്. തീരുമാനമെടുക്കേണ്ടത് നാമാണ്. നാം എപ്രകാരമുള്ള മണ്ണായിരിക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ദൈവത്തിൻ്റെ വിത്ത് സുവിശേഷം അത് എങ്ങനെ ഞാൻ സ്വീകരിക്കണമെന്ന് ചിന്തിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനം. ഞാൻ സ്വീകരിക്കുന്ന പാറയാണ് എൻ്റെ മനസ്സെങ്കിൽ അങ്ങനെ തന്നെ അത് വീഴുകയുള്ളൂ. വിത്ത് ഒരേ വിത്താണ്, എല്ലായിടത്തും ഇതാണ്. പക്ഷെ തീരുമാനം നമ്മുടേതാണ്. ആ തീരുമാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ നാം എപ്രകാരം സ്വീകരിക്കുന്നു, അത് എപ്രകാരം എൻ്റെ മനസ്സിൽ വളർന്നു വന്ന് ഞാൻ മറ്റുള്ളവർക്ക് ഏത് തരം ഫലമാണ് കൊടുക്കുന്നത് എന്നുകൂടെ ചിന്തിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുകയും ദൈവത്തിൻ്റെ സാക്ഷ്യമായി നിലനിൽക്കുകയും ചെയ്തിട്ട് ഞാൻ എൻ്റെ അയൽക്കാർക്കും എൻ്റെ സഭയിലുള്ളവർക്കും എൻ്റെ സമൂഹത്തിനും കൊടുക്കുന്ന ഫലം എന്ന് പറയുന്നത് മോശമാണ് എങ്കിൽ, നാം അവരുടെ മുൻപിൽ പരിഹസിക്കപ്പെടുന്നുവെങ്കിൽ, ഒരു പരിഹാസപാത്രമായിട്ടാണ് നാം മാറുന്നതെങ്കിൽ, ഈ വചനം ശരിയായ രീതിയിൽ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നല്ല നിലത്തിലല്ല വീണിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഈ വിത്തിൻ്റെ ഉപമയായാലും എല്ലാ ഉപമകളും കർത്താവ് യേശുക്രിസ്തു കൊടുക്കുന്നത് ഒരു മുന്നറിയിപ്പിന് വേണ്ടിയാണ്. അവരുടെ പാപ വഴികളിൽ നിന്നും പിന്തിരിഞ്ഞ് വന്ന് ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമാകുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം അവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കും കൂടെയുള്ളൊരു മുന്നറിയിപ്പാണത്. ഏതു തരത്തിലുള്ള നിലമാണ് നാം എന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ വചനം, സുവിശേഷം ഇപ്പോൾ എൻ്റെ മനസ്സിൽ എങ്ങനെയാണ് വളർന്നു വരുന്നത്? വഴിയരികെയുള്ളതുപോലെയാണോ, പാറയിലുള്ളതുപോലെയാണോ, മുള്ളിനിടയിൽ വീണതാണോ, അതോ നല്ല നിലത്തിൽ വീണതാണോ? തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവരും കാണുന്നവരും നമ്മൾ ഓരോരുത്തരും നല്ല നിലത്തിൽ വീണ വിത്തുകളാക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ ഉപമ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അല്ല എങ്കിൽ പാതി വഴിയിൽ പട്ടുപോകുന്നവരുടെ അവസ്ഥയിലേക്ക് നാം വീണു പോകും. എന്താണോ നമ്മിൽ ദൈവം ഉദ്ദേശിച്ചത് അത് നൽകുവാൻ കഴിയാതെ പരാജിതരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും. ഒരിക്കലും ഇത് കേൾക്കുന്ന നാം ആരും പരാജിതരുടെ കൂട്ടത്തിലല്ല ആയിരിക്കേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ, ദൈവത്തെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിരിക്കണം എന്നാണ് ഈ പാഠഭാഗം കൊണ്ട് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ബുധനാഴ്ച ഭാഗത്ത് വിളക്കും അളക്കുന്ന അളവും. അപ്പോൾ അടുത്ത ഉമയിലേക്കാണ് കർത്താവ് യേശു ക്രിസ്തു അവിടെ ചോദിക്കുന്നത്, വിളക്ക് കത്തിച്ച് ആരെങ്കിലും പാറയും കീഴോ കട്ടിലും കീഴിൽ വെക്കുവോ, തണ്ടിന്മേലല്ലയോ വെക്കുന്നത്? അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു വിളക്കിനെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. വിളക്ക് ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നത് വെളിച്ചം പകരുവാൻ വേണ്ടിയാണ്. ഒരിക്കലും ഒരു വിളക്ക് കത്തിച്ചിട്ട് ഒരാളെന്ത് ചെയ്തില്ല, കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പറയിൻ്റെ ഏതെങ്കിലും മൂടി വെച്ചിട്ട് മൂടിക്കളയുകയോ എങ്കിൽ അതിൻ്റെ ലക്ഷ്യം അവിടെ ലഭിക്കുന്നില്ല. വിളക്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചുറ്റുമുള്ള അന്ധകാരത്തെ നീക്കം ചെയ്യുക, പ്രകാശം പരത്തുക എന്നുള്ളതാണ് വിളക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ വിളക്കിൻ്റെ ആവശ്യം, പ്രയോജനം അതാണ്. എന്നാൽ ഇത് മൂടി വെച്ചാൽ
വിളക്ക് കത്തിച്ചിട്ട് മൂടി വെച്ചാൽ ആ പ്രയോജനം ആർക്കും എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ ചിലരെങ്കിലും വളരെ മോശമായി ചിത്രീകരിച്ചിരുന്നു. ഭൂതങ്ങളുടെ രാജാവെന്നും പിന്നെ ബുദ്ധിഭ്രമമുള്ളവനെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിച്ചിരുന്നു. പക്ഷേ എത്ര തന്നെ അങ്ങനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും, എത്ര തന്നെ കർത്താവിൻ്റെ മഹത്വത്തെ മൂടുവാൻ ശ്രമിച്ചാലും എന്തു ചെയ്യും, ഒരു നാൾ എന്തു ചെയ്യും, ഈ പ്രകാശം ലോകം മൊത്തവും പരക്കും. ഈ പ്രകാശം എന്തു ചെയ്യും, ലോകം മൊത്തവും പരക്കും. എത്ര തന്നെ ഒരു വിളക്ക് മൂടി വെച്ചാലും കുറേ കഴിയുമ്പോൾ അതെടുത്ത് മാറ്റുമ്പോൾ എന്തു ചെയ്യും, ആ ഇരിക്കുന്ന സ്ഥലത്ത് ആ വിളക്ക് അവിടെയുള്ള അന്ധകാരത്തെ തുടച്ച് നീക്കി അവിടെ പ്രകാശം നൽകുന്നത് പോലെ കർത്താവ് എന്ത് ചെയ്യുന്നു, കർത്താവ് യേശുക്രിസ്തുവിനെ നാം അവരെത്ര തന്നെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും, എത്ര തന്നെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ കർത്താവിൻ്റെ മഹത്വത്തെ ലോകം മുഴുവനും അറിയും. അതാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രഹസ്യം എന്ത് ചെയ്യാൻ പറ്റില്ല, അധികം സൂക്ഷിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നത്. ഈ രഹസ്യം നമുക്ക് അധിക നാൾ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല. കാരണം ഇത് ഒരു നാൾ എന്തു ചെയ്യും, പരസ്യമാക്കിപ്പെടും. ഒരു നാൾ തണ്ടിന്മേൽ വെക്കും ആ വിളക്കിന്. അപ്പോൾ എന്തു ചെയ്യും, ആ പരിസരം മൊത്തം ലോകം മുഴുവനും ആ മഹത്വത്തിൻ്റെ പ്രകാശത്തെ കാണുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഉപമകളിലൂടെയാണ് കർത്താവായ യേശുക്രിസ്തു ആൾക്കാരെ പഠിപ്പിച്ചത്. ചിലർക്കത് മനസ്സിലായി കാണും, ചിലർക്ക് അവർ വേറെ എന്തെങ്കിലും ധരിച്ചിരിക്കും. പക്ഷേ ഒരു വിളക്കിൻ്റെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്നതായ കാര്യങ്ങളാണ്. നേരത്തെ ഒരു കർഷകൻ്റെ ഉപമയാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നാം കണ്ടുവരുന്ന കാര്യങ്ങൾ. ഇതൊരു വിളക്കിൻ്റെയാണ്. എല്ലാ വീടുകളിലും വിളക്കുണ്ട്. പക്ഷേ അത് കത്തിച്ച് അത് വെക്കേണ്ട സ്ഥലം ഇന്നതല്ലയോ എന്നാണ് കർത്താവായ യേശുക്രിസ്തു. നിങ്ങൾ ആരെങ്കിലും ഇന്ന സ്ഥലത്ത് കൊണ്ട് വെക്കുമോ? ഇല്ല. അതെവിടെ കൊണ്ടുവയ്ക്കും? തണ്ടിന്മേൽ കൊണ്ടുവച്ചാൽ മാത്രമേ അത് എന്താണോ വിളക്കിനെ കൊണ്ട് ആവശ്യം, ആ ആവശ്യം നിറവേറ്റുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ആ ദൈവത്തെ എത്ര തന്നെ സാത്താൻ മറയ്ക്കുവാൻ ശ്രമിച്ചാലും എന്തു ചെയ്യില്ല, അതിനെ നിത്യമായി മറയ്ക്കുവാൻ കഴിയുകയില്ല. ഒരു നാൾ എന്തു ചെയ്യും, ആ മഹത്വം സർവ്വഭൂമിയും സർവ്വലോകവും എന്തു ചെയ്യും, കാണും എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം പറയുന്നത്, താഴത്തെ ഭാഗം പറയുന്നത് അളക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അളക്കുന്ന അളവ് മാത്രമല്ല, കൂടുതലായി നമുക്കറിയാം, സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് അളക്കുവാൻ വേണ്ടി ചില ഉപകരണങ്ങളുണ്ട്. അപ്പം സ്വാഭാവികമായും നമ്മൾ വാങ്ങാൻ പോകുന്നൊരു വ്യക്തി ആ കച്ചവടക്കാരന് കൃത്യം അളവ് നമുക്ക് തരണമെങ്കിൽ നാം ഒരിക്കലും സംതൃപ്തരാകുകയില്ല. മറിച്ച് ആ അളവും ഒരു അല്പം കൂടെ, കുറച്ചുകൂടെ നമുക്ക് എന്ത് ഇട്ട് തന്നാൽ നാം എന്തു ചെയ്യും, ആ നല്ല കച്ചവടക്കാരൻ, നമ്മൾ വീണ്ടും അവിടെ തന്നെ എന്തു ചെയ്യും, പോകും. അതല്ല അയാൾ കൃത്യം 1 കിലോ, നമ്മളിപ്പോൾ 1 കിലോ അരി വാങ്ങാൻ അല്ലെങ്കിൽ പഞ്ചസാര വാങ്ങാൻ പോകുന്നെങ്കിൽ കൃത്യം 1 കിലോ പഞ്ചസാര മാത്രം നൽകിയാൽ നമ്മളെന്ന് പറയും, ഇത്രക്കൊള്ളില്ല. പക്ഷേ 1 കിലോ പഞ്ചസാര അളന്നതിന് ശേഷം ഒരല്പം കൂടെ എക്സ്ട്രാ ഇട്ട് തരികയാണെങ്കിൽ എന്തു ചെയ്യും, നാം വീണ്ടും അവിടെ തന്നെ പോകും. അപ്പോൾ കച്ചവടക്കാരനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഇവർ ഈ വാങ്ങുന്ന ആളെ സംബന്ധിച്ചോളം അതൊരു തുറന്ന മനോഭാവമാണ് ഉണ്ടാകുന്നത്. അവർക്ക് പരസ്പരം തുറന്ന മനോഭാവമുണ്ട്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ, യേശുവിൻ്റെ വചനത്തോടും അത് തന്നെയാണ് പറയുന്നത്. എന്താണ്, സത്യത്തോട് ഒരു തുറന്ന സമീപനം എടുക്കുന്നതിന് വാങ്ങിക്കുന്നവരെ നല്ല വിൽപ്പനക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനാണ് ഇവിടെ കാണിക്കുന്നത്. സത്യം നാം എന്ത് ചെയ്യുന്നു, പിന്നെ സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരു തുറന്ന മനസ്സുണ്ട് എങ്കിൽ, ദൈവത്തിൻ്റെ സുവിശേഷം സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരു തുറന്ന മനോഭാവമുണ്ട് എങ്കിൽ എന്തു ചെയ്യും, നാം വാങ്ങുന്നവരെ പോലെ നമുക്കൊരു തുറന്ന മനോഭാവമുണ്ട് എങ്കിൽ നാം അതിനെ പിൻപറ്റുകയാണെങ്കിൽ എന്തു ചെയ്യും, നാം ആഗ്രഹിക്കുന്നത് മാത്രമല്ല കൂടുതലും നമുക്ക് ലഭിക്കും. അപ്പം ആ കച്ചവടക്കാരൻ തൻ്റെ വാങ്ങാൻ വരുന്നതായ കസ്റ്റമറിനോട് കൂടുതൽ കൊടുക്കുന്നത് പോലെ നാം ദൈവത്തെ പിൻപറ്റുവാൻ തീരുമാനിക്കുന്നു എങ്കിൽ നാം ആഗ്രഹിച്ചതിൽ അധികമായി എന്തു ചെയ്യും, അർഹിക്കുന്നതിൽ അധികമായി എന്തു ചെയ്യും, ദൈവം നമുക്ക് തരും. പക്ഷെ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, നമുക്ക് തുറന്ന മനോഭാവം വേണം. ആ തുറന്ന മനോഭാവത്തോടു കൂടി മാത്രമേ നമുക്ക് സുവിശേഷം സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഇടുങ്ങിയ ചിന്താഗതികളോടുകൂടി നമുക്ക് എന്തു ചെയ്യില്ല, ഗർവത്തോടു കൂടി, അഹങ്കാരത്തോടു കൂടി, അഹംഭാവത്തോടു കൂടി നമുക്ക് ഈ സുവിശേഷത്തെ സ്വീകരിക്കാൻ, സമീപിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ സമീപിച്ചാൽ പാതി വഴിയിൽ നാം പരാജിതരാകും. അതാണ് ഈ ഭാഗത്ത് പറയുന്നത്. വിളക്ക് നാം എത്ര തന്നെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അത് ഒരു നാൾ എന്തു ചെയ്യും, പുറത്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രകാശം
അവിടെയൊക്കെ പരത്തിയിരിക്കും. അതുപോലെ അളക്കുന്നവർ അല്ലെങ്കിൽ വിൽക്കുന്നവർ, വാങ്ങാൻ ചെല്ലുന്ന നമ്മൾ ഓരോരുത്തരും നാം തുറന്ന സമീപനത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതലായി എന്ത് ചെയ്യും? ലഭിക്കും. അപ്പം നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയായിരിക്കണം. നാം ദൈവത്തിൻ്റെ സുവിശേഷം സ്വീകരിക്കാൻ നമുക്ക് തുറന്ന സമീപനം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് കൂടുതലായി ലഭിക്കും എന്നാണ് ഈ ഭാഗത്ത്, ബുധനാഴ്ച ഭാഗത്ത് പറയുന്നത്. വ്യാഴാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെയൊക്കെ സുവിശേഷത്തിൽ പറയുന്നതായ വേറൊരു ഉപമയും കൂടി ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരുത്തന് വിത്ത് വിതച്ചു, അവൻ കിടന്ന് ഉറങ്ങി. പക്ഷേ അവൻ അറിയാതെ എന്ത് ചെയ്തു? ആ വിത്ത് മുളച്ച് വന്നു, ആ കതിരും എല്ലാം കൂടി വളർന്നു. വളർന്നതിന് ശേഷം എന്ത് ചെയ്തു? നല്ല കൊയ്ത്ത് വന്നപ്പോൾ നല്ല സമൃദ്ധിയോടുകൂടി കൊയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ പിന്നെ പറയുന്നതാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. ഇങ്ങനെയാണ് ദൈവം രാജ്യത്തെക്കുറിച്ച് ദൈവം പ്രവർത്തിക്കുന്നത്. മനുഷ്യർക്ക് വഹിപ്പാൻ തക്കവണ്ണം ഇതിലൊരു പങ്കുണ്ട്. എന്നാൽ യഥാർത്ഥ വളർച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അയാൾ അല്ലേ, വിത്ത് വിതച്ചു, അദ്ദേഹം കിടന്നു തുടങ്ങി. പക്ഷേ അയാൾ അറിയാതെ എന്ത് ചെയ്തു? ഈ വിത്തുകളിങ്ങനെ മുളച്ചു വന്നു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നതിൽ നമുക്കൊരു പങ്കുണ്ട്. പക്ഷേ ആ വളർച്ച സാധ്യമാക്കുന്നത് ദൈവമാണ്. ആ വളർച്ചയ്ക്ക് ഇങ്ങനെ ഒരു അന്ത്യമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അന്ത്യമുണ്ട്, ഒരു കൊയ്ത്തിൻ്റെ സമയമുണ്ട്. അതെപ്പോഴും ചോദിച്ചാൽ കർത്താവ് യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം എന്ത് ചെയ്യും? വളർന്നുകൊണ്ടേയിരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. നാം അതിൽ പങ്കാളിയാകണം എന്നുള്ളത്. ആ വളർച്ചയിൽ എനിക്ക് പങ്കുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ വ്യാപ്തിയിൽ എനിക്കുള്ള പങ്കെന്താണ്? ആ പങ്ക് ഞാൻ വഹിക്കുന്നുണ്ടോ? എന്നാൽ കഴിയുന്ന രീതിയിൽ ദൈവത്തിൻ്റെ സുവിശേഷം ഇങ്ങനെ വ്യാപിപ്പിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എനിക്ക് തന്ന കഴിവുകളെ ഉപയോഗിച്ച് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇവിടെ എന്ത് ചെയ്യുന്നു? അതാണ് പറയുന്നത്. ദൈവം പറയുന്നത് അവൻ അറിഞ്ഞില്ല, വിതച്ചയാളൊന്നും അറിഞ്ഞില്ല, അതൊക്കെ വളർന്നു വന്നു. അത് നാം ഓരോരും ചിന്തിക്കേണ്ടത്, ദൈവത്തിൻ്റെ പദ്ധതി ദൈവം തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നടപ്പിലാക്കും. ദൈവത്തിൻ്റെ സുവിശേഷം എല്ലായിടവും അറിയിക്കും. അതിൽ നിന്നും ആ ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ നമുക്ക് കഴിയണം. ഒരിക്കലും അതിൽ നിന്നും പിന്തള്ളപ്പെട്ടവർ ആകരുത്. ആ വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായി ആ കൊയ്ത്തിൻ്റെ സമയത്ത് നാം ആ സന്തോഷത്തോടെ കൊയ്യുന്നവരുടെ കൂട്ടത്തിൽ, ആ ദൈവത്തിൻ്റെ പാതയിൽ അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിലായിരിക്കണം നാം ഓരോരുത്തരും ആയിരിക്കേണ്ടത്. പിന്തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കരുത് നാം ആയിരിക്കുന്നത്. താഴെ ഭാഗം പറയുന്നത് കടുകുമണിയുടെ ഒരു ഉപമ പറയുന്നുണ്ട്. ഏറ്റവും ചെറിയ ഒരു കടുകുമണി, പക്ഷേ അത് ഭൂമിയിൽ വിതച്ചു, അത് വളർന്ന് വലുതായി, മറ്റ് സസ്യങ്ങളെക്കാളൊക്കെ വളരെ വലിയ മരമായി. ആ മരം വെച്ച് നോക്കുമ്പോൾ കടുകുമണി ഏറ്റവും ചെറുതാണ്. പക്ഷെ ആ വലിയ മരത്തിൽ, ആ ചെറിയ കടുകുമണിയിൽ നിന്ന് ഉത്ഭവിച്ചതായ ആ വലിയ മരത്തിൽ, വിശാലമായ അതിൻ്റെ ശിഖരങ്ങളിൽ പറവകൾ കൂടുകൂട്ടുകയും അവരെ തണലിൽ എന്ത് ചെയ്തു? പിന്നെ മൃഗങ്ങൾ വിശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ നോക്കുമ്പോൾ, ആൾക്കാർ നോക്കിയപ്പോൾ കർത്താവായ യേശുക്രിസ്തുവും കുറേ 12 ആൾക്കാരും ഇങ്ങനെ എന്ത് ചെയ്യുന്നു? അലഞ്ഞ് നടക്കുന്നു. അല്ലെങ്കിൽ പോകുന്നിടത്ത് കുറേ ആൾക്കാരും ഇങ്ങനെ പുറകെ നടക്കുന്നു. പക്ഷേ വസ്തുത എന്ന് പറയുന്നത്, വളർന്ന് പന്തലിച്ച് ഈ ലോകത്തിന് തന്നെ തണലായി മാറുന്ന ഒരു മഹാവൃക്ഷമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കുവാൻ എന്ത് ചെയ്തില്ല? അവർക്ക് കഴിഞ്ഞില്ല. സകല ജനതയ്ക്കും സകല ജീവജാലങ്ങൾക്കും അന്നവും പാർപ്പിടവും കൊടുക്കുന്നതായ ഒരു മഹാവൃക്ഷമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കുവാൻ അന്നത്തെ ജനതയ്ക്ക് കഴിഞ്ഞില്ല. അവർ നോക്കുമ്പോൾ കുറേ 12 ശിഷ്യന്മാരും കുറേ ആൾക്കാരും ആരെങ്കിലും തെരുവുകൾ തോറും നടക്കുകയും വഴിയരികിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമേ അന്ന് ജീവിച്ച പലർക്കും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ദാനിയേലിലൊക്കെ പറയുന്നത് പോലെ ഒരു വലിയ വൃക്ഷമാകുവാൻ, കർത്താവായ ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും അഭയമേകുന്ന, രക്ഷ നേടുന്ന ഒരു വലിയ വൃക്ഷമായി കർത്താവായ യേശുക്രിസ്തു വരും എന്നുള്ളതാണ്. ഈ ലോകത്തെ എന്ത് ചെയ്യും? വിധിപ്പാൻ വരും. അന്ന് ഇവരെല്ലാം അത് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ വളരുന്ന വിത്ത് എന്ന് സൂചിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യം വേഗത്തിൽ വരുന്നു. ആ വളർച്ചയിൽ നമുക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ്. നമുക്കും അതിൽ പങ്കാളിയാകണം. കാരണം നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം സകല
ജാതികൾക്കും പ്രസംഗിക്കപ്പെടും. അതിൽ ഒരു ഭാഗം എനിക്കുമുണ്ട്, നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ പ്രസംഗിക്കപ്പെടുന്നവരിൽ അല്ലെങ്കിൽ ആ സുവിശേഷവുമായി വിവിധ പ്രദേശങ്ങളിൽ പോകുന്നവരിൽ ഒരാൾ ഞാനാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഭാഗമുണ്ട്. ദൈവം പറയുന്നത് അങ്ങനെ തന്നെയാണ്. നാം ഓരോരുത്തർക്കും അതിൻ്റേതായ ഭാഗം ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവിടെ വന്നിട്ട് പലരും പല രീതിയിലാണ് അവരെന്ത് ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവിനോട് പെരുമാറിയിരുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അതിനെന്ത് ചെയ്തു? അതിനെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് എന്ത് ചെയ്തത്? മറുപടി കൊടുത്തത്. 5 ഉപമകളെക്കുറിച്ചാണ് ഈ ആഴ്ച നമ്മൾ പഠിച്ചത്. 1 വിതയ്ക്കുന്നവൻ, 2 വിളക്ക്, 3 അളവ്, വളരുന്ന വിത്ത്, കടുകുമണി. അപ്പോൾ മലയാളത്തിൽ 4 എന്നായിരിക്കണം, ആക്ച്വലി 5 ഉപമകളുണ്ട് അല്ലേ. അപ്പോൾ ഈ 5 ഉപമകളും കർത്താവായ യേശു ക്രിസ്തു എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു മുന്നറിയിപ്പിന് വേണ്ടിയാണ്. നിങ്ങൾ സഞ്ചരിക്കുന്ന പാത ശരിയാണോ എന്ന് പരിശോധിക്കുവാനുള്ള സമയം കൂടിയാണിത്. ആ മുന്നറിയിപ്പ് നമ്മൾ സ്വീകരിക്കണം. നല്ല നിലത്തിൽ വീണ വിത്തുകളെ പോലെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ക്ഷമിക്കുവാനുമുള്ള കഴിവിൻ്റെയും ഒക്കെ ഒരു ഭാവങ്ങളായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അവിടെ മാത്രമേ ആഴത്തിൽ ദൈവത്തിൻ്റെ വചനം വേരോടുകയുള്ളൂ. അല്ല എങ്കിൽ എന്ത് ചെയ്യും? പാതി വഴിയിൽ നശിച്ചു പോകും. നാം അറിയാതെ തന്നെ ദൈവത്തിൻ്റെ രാജ്യം വികസിച്ചു കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ വേല നടന്നുകൊണ്ടേയിരിക്കും. നാം അറിഞ്ഞിട്ടും അറിയാതെയാണ് നടക്കുന്നതെങ്കിൽ നമുക്കതിലൊരു പങ്കും കാണില്ല. മറിച്ച് നമുക്ക് ദൈവം തന്ന താലന്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികളെയും അറിയിക്കുക എന്ന മഹാദൗത്യത്തിൻ്റെ ഭാഗമായി നമുക്ക് തീരുവാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ടായിരിക്കും എന്നാൽ തർക്കമില്ല. ആ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ആ പ്രയാണത്തിൻ്റെ ഇടയ്ക്ക് പട്ടുപോകാതിരിപ്പാൻ, പിന്തിരിഞ്ഞ് ഓടാതിരിപ്പാൻ, നിരാശരായി അത് കളഞ്ഞിട്ട് ഓടാതിരിപ്പാൻ, നമുക്കത് കരസ്ഥമാക്കുവാൻ, ആ രാജ്യം നമുക്ക് വച്ചേക്കുന്നതായ ആ വലിയ പ്രതിഫലം കരസ്ഥമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ കേട്ടതിന് ദൈവനാമത്തിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങ് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ ഈ വലിയ വചനത്തിൻ്റെ ദൈവമേ വ്യാപ്തിയിൽ ഞങ്ങളും പങ്കാളികളാകുവാൻ, അങ്ങയുടെ സുവിശേഷ പ്രചരണത്തിൽ ഞങ്ങളും പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. ഏറ്റവും താഴ്മയുള്ള ഹൃദയമുള്ളവരായി, ദൈവമേ ത്യാഗമനോഭാവമുള്ളവരായി ദൈവത്തിൻ്റെ വചനം നല്ല മനസ്സുകളിൽ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മുൻവിധികളില്ലാതെ കർത്താവേ ഞങ്ങളെ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് ഞങ്ങളിൽ നിന്നും നല്ല ഫലങ്ങൾ ലഭിക്കുവാനും ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ഇത് കേട്ടതായ, ഇത് ശ്രദ്ധിച്ചതായ എല്ലാ മനസ്സുകളെയും എല്ലാ വ്യക്തിത്വങ്ങളെയും ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പും ഒരു അനുഗ്രഹവുമായി തീരുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ഈഡൻ TV ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവർക്ക് കൊടുത്തിട്ടുള്ള താലന്തുകളെ കൂടുതലായി ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടത്തും എത്തിക്കുന്നതിലേക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ പ്രിയ യൗവനക്കാരെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെ, ദൈവമേ മറ്റു കാര്യങ്ങളെ സഹായിക്കുന്നവരെ ഒക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും തലമുറകളെയും അത് അനുഗ്രഹിക്കണമേ. അടിയനും ഇതിൻ്റെ ഭാഗമാക്കുവാൻ തന്ന വലിയ മഹാഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ ഇത് കേട്ട എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിക്കുന്നു. അഹങ്കരിച്ചു പോകാതെ, നിഗളിച്ചു പോകാതെ ഏറ്റവും താഴ്മയിൽ ഞങ്ങൾ അയപ്പാൻ സഹായിക്കണമേ. ഇതിൻ്റെ മാനവ മഹത്വവും അപ്പം അവിടെ നിന്ന് കൈക്കൊള്ളണം. സകലതും ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.